ഹലോ ഗായ്സ്, വെൽക്കം ടു 21st ഡേ ഓഫ് വെയിറ്റ് ലോസ് ജേർണി. അപ്പോൾ ഇന്ന് ഞാൻ ഡിറ്റോക്സ് ഡ്രിങ്ക് ആയിട്ട് എടുത്തത് ഗ്രീൻ ടീ ആണ് കേട്ടോ. പിന്നെ ഞാനെന്താ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്നല്ലേ, ബേക്ക്ഡ് ഓട്സ്. അടിപൊളി ടേസ്റ്റുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കാണിക്കാം കേട്ടോ. ഒരു മിക്സിയുടെ ബ്ലെൻഡർ എടുക്കുക, അതിലോട്ട് 1/2 കപ്പ് റോൾഡ് ഓട്സോ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഓട്സോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുക്കുന്ന സ്കിംഡ് മിൽക്ക് ആയിരിക്കണം കേട്ടോ. പിന്നെ അതാ ഒരു പഴത്തിൻ്റെ റോബസ്റ്റ പഴത്തിൻ്റെ ഹാഫ് ഇട്ട് കൊടുക്കാം. പിന്നെ വാനില എസെൻസ് ഒരു 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കൊക്കോ പൗഡർ, നമ്മൾ ബേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന സ്വീറ്റൻഡ് അല്ലാത്ത കൊക്കോ പൗഡർ ഒരു 2 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓട്സൊക്കെ നന്നായിട്ട് ബ്ലെൻഡായി വരുന്ന രീതിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇവിടെ ഇതാ 2 പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ബട്ടർ തേച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ സ്റ്റൗ ടോപ്പിൻ്റെ മുകളിലും ഒന്ന് ഞാൻ ഓവനിലുമാണ് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ പോകുന്നത്. നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്ത മിക്സ് ഈ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതിലോട്ട് ഡാർക്ക് ചോക്ലേറ്റ്, അതായത് സ്വീറ്റൻഡ് അല്ലാത്ത ഡാർക്ക് ചോക്ലേറ്റ്, ബിറ്റർ ചോക്ലേറ്റ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മളിതിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട്, ഡാർക്ക് ചോക്ലേറ്റ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്നായിരിക്കും. ഇത് ചോക്ലേറ്റ് അല്ലേ, അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. ഉറപ്പായിട്ടും പറ്റും കേട്ടോ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ്, കാരണം ഇത് ബിറ്റർ ചോക്ലേറ്റ് ആണ്. ഇതിന് ഒരു സ്വീറ്റൻഡും അടങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഡാർക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഓവനിലും ഒന്ന് ഞാൻ സ്റ്റൗ ടോപ്പിലുമാണ് വെക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും ഓവൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ സ്റ്റൗ ടോപ്പിലാണ് ഒന്ന് വെക്കുന്നത് കേട്ടോ. അതെങ്ങനെയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഡാർക്ക് ചോക്ലേറ്റ് നമ്മളെ ഡയറ്റിന് ഹെൽപ്പ് ചെയ്യും. അത് കലോറി റെഡ്യൂസ് ചെയ്യാനും നമുക്ക് ഓവർ ഈറ്റിങ് കുറക്കാനും നമുക്ക് ഫുള്ളായിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട് ഒരു പാത്രം. ഒന്ന് ഞാനിതാ സ്റ്റൗ ടോപ്പിൽ വെക്കുകയാണ്. എങ്ങനെയാണ് സ്റ്റൗ ടോപ്പിൽ വെക്കുക എന്ന് പറഞ്ഞുതരാം. ഇതേപോലെ ഒരു പാന് വെക്കുക. പിന്നെ നമ്മൾ വെക്കുന്ന പാത്രം വെക്കാൻ എന്തെങ്കിലും ഒരു തട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ പ്രീഹീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ ആ പാത്രം ഈ തട്ടിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു 20 to 25 മിനിറ്റ്സ് ആണ് എടുത്തത് കേട്ടോ അത് ബേക്കായി വരാൻ. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ബേക്ക് ചെയ്തിട്ടെടുക്കുക. ഇതാ സ്റ്റൗ ടോപ്പിലുള്ളത് ബേക്കായി വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് ഓവനിലും റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് സ്റ്റൗ ടോപ്പിലും വെച്ചതാണ് കേട്ടോ. അപ്പോൾ രണ്ടും നന്നായിട്ട് അസലായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓവനിൽ ഉണ്ടാക്കിയ സംഭവമാണിത് കേട്ടോ. ഓവനിൽ ഉണ്ടാക്കിയതാണിത്. അതുപോലെ പാനിൽ ഉണ്ടാക്കിയതാണിത്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ നല്ല ചൂടുണ്ട്. ചൂടൊന്ന് ആറട്ടേന്ന്. ടേസ്റ്റിയാണ് കേട്ടോ. ഇതിൽ ഷുഗർ ഒന്നും വേണ്ട ആവശ്യമില്ല. നല്ല രസമുണ്ട്. ചോക്ലേറ്റ് ഞാൻ യൂസ് ചെയ്ത ഡാർക്ക് ചോക്ലേറ്റ് ആണ്, ഷുഗർലെസ് ആണ്. എന്നാൽ പോലും ആ ചോക്ലേറ്റ് ഫ്ലേവറും ചോക്ലേറ്റ് പൗഡറിൻ്റെ ഫ്ലേവറും, അത് ബനാന ഷുഗറിന് പകരം നമുക്ക് ബനാന ഷുഗറായി നിൽക്കുന്ന കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഓവൻ ഇല്ലാത്ത ഞാൻ പറഞ്ഞ പോലെ പാനിൽ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ ഓവൻ ഉള്ളവർ ഓവനിൽ ചെയ്യാം. നല്ല ചൂടുണ്ട്. ചൂടോട് കൂടിയിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ സമാധാനമാണല്ലോ. ഇത് നമ്മൾ പാനിൽ ചെയ്താണ് കേട്ടോ. പാനിൽ ചെയ്തോ ഇതാ കറക്റ്റ് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ചൂട് 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 യമ്മായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ
വെറൈറ്റി ഡിഷസ് ആയിട്ട് ഞാൻ വരണ്ടിട്ട് അതേപോലെ ബേക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ സ്വീറ്റ് ഇപ്പൊ കഴിക്കാൻ പറ്റില്ലല്ലോ ഡയറ്റ് ചെയ്യുന്നവര്. അപ്പോൾ ഇതേപോലെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. ഡാർക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്താൽ പ്രശ്നമില്ല ഡയറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ സ്വീറ്റ്ലെസ് ആയിട്ടുള്ള നല്ല അടിപൊളി ഓട്സ് റെസിപ്പിയാണ് ഇത് കേട്ടോ. പൊളിയല്ലേ? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സമാധാനമായിട്ട് ഞാൻ ഇതിരുന്ന് പോയി കഴിക്കട്ടെ. ചൂടാറിയിട്ട് കഴിക്കാം, നല്ല ചൂടുണ്ട്. ഇത് 2 ചെയ്തത് ചെറിയ പാത്രത്തിൽ 2 ആക്കിയിട്ട് ചെയ്തതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒറ്റ പാത്രത്തിൽ ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ഓവനിലും അതുപോലെ സ്റ്റൗ ടോപ്പിലും ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസും ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. എങ്ങനെയാണ് സ്റ്റൗ ടോപ്പിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓവനിൽ ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ 2 പ്ലേറ്റ് പാത്രത്തിൽ എടുത്തത് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ പ്രിപ്പറേഷൻ 3/4 ഭാഗത്ത് എത്തിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത്. അത് ഞാനിന്ന് വൈകുന്നേരം കുട്ടികൾക്കൊക്കെ പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് മോർണിംഗിൽ തന്നെ ഞാൻ ഉണ്ടാക്കി വെക്കണതാണ് കേട്ടോ. അത് ഞാനിനി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. ഇന്ന് വ്യാഴാഴ്ചയാണ് ഇവിടെ. അപ്പോൾ ഇന്ന് വീക്കെൻഡാണ്, നാളെ വെള്ളിയാഴ്ചയാണ്. അപ്പം അവർക്ക് പൊരിച്ചു കൊടുക്കാമല്ലോ എളുപ്പത്തിൽ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി വെക്കണതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് 3 എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് ഇട്ട് ക്രം കോട്ട് ചെയ്യാതെ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച്. ചോറ്, പിന്നെ കടല ഉപ്പേരി, അതേപോലെ അവിയൽ, പിന്നെ ഓംപ്ലേറ്റ്, പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ ഇന്ന് ലഞ്ചിന് എടുത്തത് കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു. ലഞ്ച് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മോർണിംഗിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബേക്ക്ഡ് ഓട്സ് ഉണ്ടല്ലോ, അത് മക്കൾക്കൊന്ന് ഒരു സർപ്രൈസ് തരാം. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സർപ്രൈസ് തരാം. ഓക്കെ, ടേസ്റ്റ് ചെയ്തോക്കെ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? രസമുണ്ട്. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞാൻ ഇതാ മോർണിംഗിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് ഉണ്ടല്ലോ, അതിതാ ഞാൻ പൊരിച്ചെടുക്കുകയാണ് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കട്ട്ലേറ്റ് നല്ലോണം ഇഷ്ടമാണ്, എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കലുണ്ട്. ചെറുതാക്കി ഉണ്ടാക്കുക. എൻ്റെ ഹസ്ബൻഡ് പറയും ഇങ്ങനെ വായിലിട്ടിട്ട് പോപ്കോൺ കഴിക്കണ മാതിരി കുറച്ച് തിന്നാൽ നല്ല രസമാണുള്ളത്. അപ്പോൾ ചെറിയതാക്കിയിട്ടാണ് ഞാൻ കട്ട്ലേറ്റ് പൊതുവേ ഉണ്ടാക്കാറ് കേട്ടോ. ഇവിടെ അങ്ങനെയാണ് ഇഷ്ടം. വലിയത് ഇഷ്ടക്കാളും ഇതുപോലെ കുട്ടിയായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. Go over here and change the entrance all the way down to the left. I want to make sure that this is all covered in by obsidian, and I can use my wand for this too. Let's go over here and then down over here, and then we'll do wall of obsidian. Now it's safe all the way down, and then we're gonna make the secure entrance so that if we need to run out. അങ്ങനെ അവരെ ഒന്ന് സൈഡാക്കിയതിന് ശേഷം ഞാനിതാ എനിക്കുള്ള ഫുഡ് റെഡിയാക്കാണ്, ഡിന്നർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാനിതാ ഒലിവ് ഓയിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു 3 കട്ട്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാനിതാ എഗ്ഗിലും ഡിപ്പ് ചെയ്തതിന് ശേഷം ഒലിവ് ഓയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓൾറെഡി കുക്കായതാണ് ഉള്ളിൽ. പിന്നെ ഈ ഒന്ന് എഗ്ഗിലും മുക്കിയിട്ടുണ്ടായിരുന്നു, അത് മാത്രം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതിയല്ല. ഞാനിതാ ഒലിവ് ഓയിലാണ് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കട്ട്ലേറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ചെയ്താൽ മതി ഡയറ്റ് ചെയ്യുന്നവർക്ക്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഇതുമാതിരി പലതും കഴിച്ച് എൻജോയ് ചെയ്യുമ്പോൾ നമുക്കും കൂടെ കഴിക്കാമല്ലോ. പിന്നെ ഞാൻ കട്ട്ലറ്റിൻ്റെ കൂടെ എടുത്തത് ഞാൻ മുമ്പേ റെസിപ്പി കാണിച്ചിട്ടുണ്ട്, രാഗി സൂപ്പാണ് കേട്ടോ. രാഗി സൂപ്പാണ് കട്ട്ലറ്റിൻ്റെ കൂടെ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിന്നർ രാഗി സൂപ്പ്, കട്ട്ലറ്റ്, ഇത് ആണ് എൻ്റെ ഡിന്നറായിട്ട് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ യൂസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.